ഹലോ ഒരുവൻ, അപ്പോൾ ഇത് നമ്മൾ ബഹറിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു 10-10:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടാ. അപ്പോൾ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ ടെർമിനലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം അച്ഛനും നമ്മുടെ കൂടെ വരണം കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ കുറച്ച് സാഡൊക്കെ ആയിട്ടാവും പോവുക. അപ്പോൾ നമ്മളവിടെ വന്ന് നിന്നപ്പോൾ ഭയങ്കര ക്യൂ ആണ്, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലാസ് തുടങ്ങിയല്ലോ. അപ്പോൾ ഇവിടുന്ന് വെക്കേഷൻ വന്ന ആൾക്കാർക്ക് നാട്ടിൽ പോകണമെന്നാണ് തോന്നുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി. നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കിടക്കാണ്ട് ഇമിഗ്രേഷൻ്റെ സൈഡിൽ. അപ്പോൾ ഇമിഗ്രേഷൻ്റെ അവിടെ നിന്ന് അത്ര തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പോകണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ നമുക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് അവിടുത്തെ ഇഷ്യൂസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ബ്രാൻഡഡ് ഷോപ്സൊക്കെ അടുത്തൊക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാം അങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഡ്യൂട്ടി ഫ്രീയിലേക്ക് കയറാനുണ്ടായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ അവിടെ കയറി. അപ്പം ഞാൻ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ അവിടെ കണ്ടു കേട്ടോ. എന്തോ വാങ്ങിയൊന്നുമില്ല, നല്ല റേറ്റാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോയെന്ന് മാത്രം. കുറേ വെറൈറ്റി ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ട് ഈ ലിൻഡിറ്റിൻ്റെ ചോക്ലേറ്റ് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ട് അത് ലിക്കർ ചോക്ലേറ്റ് ഇട്ടത്. അപ്പോൾ ഇത് ആൽക്കഹോളിക് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ കണ്ടത് ഈ മിനിയേച്ചറാണ്. ഈ മറ്റേ ബോട്ടിൽസിൻ്റെ മിനിയേച്ചേഴ്സ് ഉണ്ടായിരുന്നു, കുറേ കുഞ്ഞു ബോട്ടിൽസ്. ഒറിജിനലാണ് തോന്നുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള സാധനം കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഞ്ചിൽ കയറാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലോഞ്ച് എത്താനാകുമ്പോഴേക്കും നമുക്ക് ബോർഡിങ്ങിന് ടൈമായി. അപ്പോൾ നമ്മൾ ബോർഡിങ്ങിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ഗേറ്റിലെത്തി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. ഫ്ലൈറ്റ് ബോർഡിങ് ആയെന്ന് പറഞ്ഞിട്ട് ബോർഡിംഗ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴേക്ക് സമയം 1:30 ആയിട്ട്. അപ്പം നമ്മൾ വെള്ളം വാങ്ങിച്ചു പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലേ നമ്മൾ ലേസൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോന്നു. അപ്പം അച്ഛൻ അവിടെ നിന്ന് ലേസ് കഴിക്കുകയാണ്, ആരും കാണാതെ. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോർഡിംഗ് ആയി. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റിലേക്ക് നടക്കണ ആ ഒരു പാത്താണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കൂടെ ഒക്കെ നടന്ന് ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന് ഡോറ് കിടക്കുമ്പോൾ അവരിങ്ങനെ എയർ ഹോസ്റ്റസ് ഇങ്ങനെ നമസ്കാരം പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സീറ്റ് നമ്പർ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സീറ്റ് നമ്പർ എത്തി. അപ്പോൾ ഞാൻ മാത്രം അപ്പുറം സീറ്റിലും അച്ഛനും അമ്മയും കണ്ണനും ഒരു സീറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ മെനു ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ എടുത്ത് മറിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരുടെ അനൗൺസ്മെൻ്റ് ആയി. अपनी ओर खींचो और इस तरह से नाक को मुंह रखकर सामान्य ढंग से सांस लेते रहिए। दूसरे से हाथ हटाने से पहले अपना मास्क ठीक से पहन ले। इस विमान पर 8 आपातकालीन द्वार है। 2 विमान के पिछले हिस्से में, 4 ओवरविंग पर और 2 द्वार विमान के अगले हिस्से में है। याद रहे, आपका नजदीक के द्वार आपके पीछे भी हो सकते हैं। विमान में धुआं मौजूद होने पर फर्श पर लगी फ्लोरेसेंट बार आपको निकटतम द्वार तक पहुंचने में मदद करेंगी। सुरक्षा निर्देश पत्र आपकी सीट पॉकेट में रखे हैं, इसे ध्यान से पढ़ लें। അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു സിനിമയൊക്കെ കണ്ടിട്ടിരുന്നു കേട്ടോ. ഞാൻ ആവേശ സിനിമയാണ് ഇരുന്ന് കണ്ടത്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടിരുന്നു. അപ്പോഴേക്കും വിശന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ ഓർഡർ ചെയ്തു. ഈ ഫ്ലൈറ്റിൽ കോംപ്ലിമെൻ്ററി ഫുഡ് ഇല്ല, അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കണം. അപ്പോൾ ഞാൻ ഒരു കപ്പ് നൂഡിൽസും പിന്നെ ഒരു ജ്യൂസാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ടിഷ്യൂം പിന്നെ സ്പൂണും നൈഫും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊളിച്ചെടുത്ത് ഒരു വുഡൻ ടൈപ്പായിരുന്നു കേട്ടോ. എന്നാൽ രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ അവർ നമുക്ക് ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ടാണ് തരിക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നൂഡിൽസ് റെഡിയായി. അപ്പോൾ നമ്മളതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും അവരും ഒരു നൂഡിൽസും ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ്സും അങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ഒരു ഹാഫൊക്കെ ഞാൻ കഴിച്ചുള്ളൂ, ബാക്കി ഞാൻ കണ്ണന് കൊടുത്തു. അവനാണ് ബാക്കി ഇരുന്ന് കഴിച്ചത്. അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാനും കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവരുടെ ബസ്സിൽ നടന്നു നമുക്ക് എയർപോർട്ടിൽ പോകേണ്ടിരുന്നത്. അപ്പം അവിടെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അവരെന്നോട് ഓഫാക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഓഫാക്കി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഇമിഗ്രേഷനിൽ നിൽക്കുകയാണ്. അവിടെ നല്ല ക്യൂ ആയിരുന്നു. കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാഗേജ് ക്ലെയിമിൻ്റെ ആക്കി പോവുകയാണ് നമ്മുടെ ലഗേജൊക്കെ എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ലഗേജൊക്കെ കിട്ടിയിട്ട് അപ്പോൾ നമ്മുടെ എല്ലാ ലഗേജും എടുത്ത് നമുക്കൊരു 3-4 ട്രോളി ഉണ്ടായിരുന്നു. നമ്മൾ 4 പേരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത്രയും ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വണ്ടിയിൽ നമ്മുടെ 4 പേർ ലഗേജ് കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ വന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു
പഞ്ചാബി ഹോട്ടലായിരുന്നു കേട്ടോ, ഒരു ധാബയായിരുന്നു. അപ്പോൾ നമ്മൾ നാനും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ കഴിച്ചതാണ്, പിന്നെ ഉച്ചയ്ക്ക് ഫ്ലൈറ്റിൽ നിന്ന് ലൈറ്റായിട്ട് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നന്നായി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.